നെക്സ്റ്റ് ചാപ്റ്റർ ബോണസ് ഇഷ്യൂ ആൻഡ് റൈറ്റ് ഇഷ്യൂ. ഇപ്പോൾ ബോണസ് ഷെയർ എന്താണെന്നുള്ളത് നമുക്ക് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്നതാണ്. അപ്പോൾ ബോണസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് refers to the process of converting profits or reserves into paid up capital. അതായത് a bonus share is a free share issued by a company without any consideration to an existing shareholder in the ratio of number of shares held by that shareholder. അതായത് ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഷെയർ ആണ്. അതായത് അതിന് എമൗണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഷ്യൂഡ് ബൈ എ കമ്പനി വിത്തൗട്ട് എനി കൺസിഡറേഷൻ, അതായത് പകരം ഒന്നും വാങ്ങാതെ ക്യാഷ്, അതായത് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, അങ്ങനെ ഷെയറിന്റെ ക്യാപിറ്റൽ വാങ്ങാതെ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ടോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അലൗ ചെയ്യുന്ന ഷെയർ ആണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഫ്രീ ഷെയർ എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഷെയർ ക്യാപിറ്റൽ പേയ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിക്രീസ് ചെയ്യും, അതേസമയം ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ക്യാഷ് ഫ്ലോയിൽ ഒരു മാറ്റവും വരുന്നില്ല, പകരം എന്തുമാത്രം വ്യത്യാസം വരും? റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിക്രീസ് ചെയ്യും, അതേസമയം ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താനായിട്ട് സാധിക്കുന്നത് എവിടെ നിന്നൊക്കെയാണെന്ന് നോക്കാം. അതായത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ്സ്, അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അതല്ലെങ്കിൽ അതായത് ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. പ്രോഫിറ്റിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സിനെ അല്ലെങ്കിൽ റിസർവ്സിനെ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പറയാ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഈ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ, അതായത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് നടത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ എന്താക്കി മാറ്റും? ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കോൾ വിളിക്കാതെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് കളക്ട് ചെയ്യാതെ പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ഷെയർ ആക്കി മാറ്റും. അതല്ല എങ്കിൽ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ 2 രീതിയിലാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. ഒന്നാമത്തേത് പാർട്ട്ലി പെയ്ഡ് ഷെയറിനെ ഫുള്ളി പെയ്ഡ് ആക്കി മാറ്റും. ദെൻ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബോണസ് ഇഷ്യൂ. ഈ ബോണസ് ഇഷ്യൂ നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു റെഡ്യൂസ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. മാർക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത്, അതായത് സപ്ലൈ കൂടുമ്പോൾ, അവൈലബിലിറ്റി മാർക്കറ്റിൽ കൂടുമ്പോൾ, ഷെയറിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദെൻ രണ്ടാമത്തേത്, ഇൻക്രീസ് ദി കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഇൻ ദി കമ്പനി. ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ തന്നെ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ കോൺഫിഡൻസ് കൂടും. അതായത് പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ബോണസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻക്രീസ് ഗുഡ് വിൽ ഓഫ് ദി കമ്പനി. Next point, to attain public confidence. Next point, to increase volume of share capital of the company. Indicate the prospects of the company. അപ്പോൾ ഇത്രയാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണ നമുക്ക് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഒരു ലിസ്റ്റഡ് കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ എ പ്രൊവിഷൻസ് ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്സ്. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? റിസർവിനെ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? കമ്പനി ജനറൽ മീറ്റിംഗിൽ അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി അത് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കൂ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. സെക്കൻഡ് പോയിന്റ്, ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ബിൽറ്റ് ഔട്ട് ഓഫ് ജെന്യുവിൻ റവന്യൂ പ്രോഫിറ്റ്സ്
or securities premium collected in cash only. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഫ്രീ റിസർവ്സ്, അതല്ല എങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം കളക്ടഡ് ഇൻ ക്യാഷ് ഓൺലി. തേർഡ് പോയിന്റ്, reserves created by revaluation of fixed assets cannot be capitalized for issue of bonus shares. For reserves created by revaluation of fixed assets ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. Then fourth point, partly paid shares, if any, will not be eligible for bonus shares. Partly paid ഷെയറിന് ബോണസ് ഷെയർ കിട്ടില്ല. Such partly paid shares, if any, must be made fully paid up before bonus issue is made. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഫുള്ളി പെയ്ഡ് ഷെയർ ആയിട്ട് മാറ്റണം. അതിനുശേഷമാണ് നമുക്ക് ബോണസ് ഇഷ്യൂ നടത്താൻ സാധിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എ കമ്പനി which has announced its proposal to issue bonus shares cannot have the option to change its decision. That means bonus proposal cannot be withdrawn. അതായത് ബോണസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു, അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് വിത്ഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, ബോണസ് ഇഷ്യൂ ഷാൽ നോട്ട് ബി മെയ്ഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡിന് പകരമായിട്ടല്ല ബോണസ് ഇഷ്യൂ നടത്തേണ്ടത്. Next point, the company shall pass a resolution at its general meeting for the issue of bonus shares, including the rate of dividend to be declared in the year immediately after bonus issue. അപ്പോൾ ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ എന്ത് ചെയ്യണം, കമ്പനി ജനറൽ മീറ്റിംഗിൽ അതിനുവേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ സമയം അടുത്ത വർഷം എത്ര ആണ് ഡിവിഡൻഡ് റേറ്റ് എന്നുകൂടെ ഡിക്ലെയർ ചെയ്യണം. നെക്സ്റ്റ്, നോ ബോണസ് ഇഷ്യൂ ഷാൽ ബി മേഡ് which will dilute the value of rights of the holders of debentures. ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ്, ദി റെസിഡ്യുവൽ റിസർവ്സ് ആഫ്റ്റർ ദി പ്രപ്പോസ്ഡ് ക്യാപിറ്റലൈസേഷൻ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദി ഇൻക്രീസ്ഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അവിടെ ഉള്ള റിസർവ്സ് ഇൻക്രീസ്ഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലിന്റെ 40% ആയിരിക്കണം. The proposal for issue of bonus share must be implemented within a period of 6 months from the date of approval of the board of directors. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അപ്രൂവൽ കിട്ടി വിതിൻ 6 months എന്ത് ചെയ്യണം, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ സെബി ഗൈഡ് ലൈൻസ് ഫോർ ബോണസ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് 5 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. നമുക്കിവിടെ അഡ്വാൻറ്റേജസിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അഡ്വാൻറ്റേജസ് ഫ്രം കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ. കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ബോണസ് ഇഷ്യൂ അലൗസ് ദി കമ്പനി ടു കൺസേർവ് ക്യാഷ് ഫോർ റീഇൻവെസ്റ്റിംഗ് ബാക്ക് ഇൻ ടു ബിസിനസ്. ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തുന്നില്ല, ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കമ്പനിക്ക് ആ ക്യാഷ് റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ബിസിനസ്സിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, ദി ഇൻക്രീസ് ഇൻ ദി ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസസ് ദി പെർസെപ്ഷൻ ഓഫ് കമ്പനി സൈസ്. കമ്പനിയുടെ സൈസ് വർദ്ധിക്കുന്നു ക്യാപിറ്റൽ കൂടുന്നതോടൊപ്പം. നെക്സ്റ്റ് പോയിന്റ്, ഡിവിഡൻഡ് റേറ്റ് ക്യാൻ ബി കെപ്റ്റ് ലോ കമ്പയർഡ് ടു ദി പ്രോഫിറ്റ് ഏൺഡ്. ഡിവിഡൻഡ് റേറ്റിനെ നമുക്ക് ലോ റേറ്റിൽ നിർത്താനായിട്ട് സാധിക്കും. അതായത് ഷെയറിന്റെ നമ്പർ കൂടുമ്പോൾ ഡിവിഡൻഡ് എങ്ങനെയായിരിക്കും, ലോ റേറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ദി നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ആൻഡ് എൻഹാൻസസ് ദി ലിക്വിഡിറ്റി ഓഫ് സ്റ്റോക്ക്. ഷെയറിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസിന്റെ നമ്പർ അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അതായത് നമുക്കിവിടെ സ്റ്റോക്കിന്റെ ലിക്വിഡിറ്റി എളുപ്പമാക്കി മാറ്റും. നെക്സ്റ്റ് പോയിന്റ്, സംടൈംസ് ദി കമ്പനി മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു പേ എനി ക്യാഷ്, സോ ബോണസ് ഇഷ്യൂ ഇസ് ദി ഓൺലി മീൻസ് ടു സാറ്റിസ്ഫൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഡിസയർ ഫോർ എ ഡിവിഡൻഡ്. ഇപ്പോൾ കമ്പനിക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ ആയിരിക്കില്ല. ആ സാഹചര്യത്തിൽ ഷെയർ ആയിട്ട് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒന്നാണ്.
പിന്നെ നമുക്കുള്ളത് അഡ്വാൻറ്റേജ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കാണുന്നത് അഡ്വാൻറ്റേജസ് ഫ്രം കമ്പനീസ് പോയിന്റ് ഓഫ് വ്യൂ. ഇതുകൂടെ നമുക്കൊന്ന് നോക്കാം. ദി ഇൻവെസ്റ്റർ ഡസ് നോട്ട് നീഡ് ടു പേ എനി ടാക്സ് അപ്പോൺ റിസീവിംഗ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർ കിട്ടുമ്പോൾ ഇൻവെസ്റ്റർ ടാക്സ് പേയ്മെന്റ് നടത്തേണ്ട. സെക്കൻഡ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റിസീവ് ഡിവിഡൻഡ് ഓൺ ദി ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻ ഫ്യൂച്ചർ. വരും വർഷങ്ങളിൽ ഈ ഷെയർ ക്യാപിറ്റലിന്റെ ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റലിന്റെ കൂടെ ഡിവിഡൻഡ് കിട്ടും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്. അതായത് ഷെയറിന്റെ ലിക്വിഡിറ്റി വർദ്ധിക്കും. പെട്ടെന്ന് തന്നെ നമുക്കതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് എനിത്തിങ്. അപ്പോൾ ഷെയർ വാങ്ങുമ്പോൾ സാധാരണ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ട് കൊടുക്കാതെ തന്നെ ഷെയർ കൂടുതൽ അവർക്ക് റിസീവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസസ് ദി ഇൻവെസ്റ്റേഴ്സ് ബിലീഫ് ഇൻ ദി ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ആ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതായത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ ആളുകൾക്ക് കമ്പനിയിലുള്ള ആ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. നെക്സ്റ്റ്, റൈറ്റ് ഇഷ്യൂ. ഇപ്പോൾ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഹോൾഡിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറാണ് റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ കമ്പനി പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പർച്ചേസ് ചെയ്യാനുള്ള റിസീവ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. സാധാരണ കേസിൽ ലിസ്റ്റഡ് പ്രൈസിനേക്കാൾ താഴ്ന്ന വിലയ്ക്കായിരിക്കും കമ്പനി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഈ റൈറ്റ് ഷെയർ ഓഫർ ചെയ്യുന്നത്. അതായത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അഡീഷണൽ ആയിട്ട് ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ആ ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും അത് റിനൗൺസ് ചെയ്യാനുള്ള റൈറ്റും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇനി നമുക്കതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. വെൻ എ കമ്പനി wants to raise additional capital through the further issue of shares, it is under a legal obligation to first offer the fresh shares to the existing shareholders. അതായത് ഒരു കമ്പനി അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുവെങ്കിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ് എന്ത്, ആദ്യം ആ ഷെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യണം. The existing shareholders have the right to apply for the shares on priority basis. Existing shareholdersന് പ്രയോറിറ്റി ബേസിസിൽ മുൻഗണന അടിസ്ഥാനത്തിൽ ഷെയറിന് വേണ്ടി അപ്ലൈ ചെയ്യാം. Therefore, the issue is known as right issue. അതുകൊണ്ടാണ് ഇതിനെ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. Then next, sweat equity shares. Section 2, subsection 88 of the Companies Act 2013 provides that sweat equity share means equity shares issued by the company to its directors or employees at a discount or for consideration other than cash for providing their know-how or making available intellectual property rights. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അതിന്റെ ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നു. ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് വാങ്ങിക്കൊണ്ടല്ല അവർ ചെയ്ത സേവനത്തിന് പ്രതിഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഷെയർ ഡിസ്കൗണ്ടിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. നെക്സ്റ്റ്, അക്കൗണ്ടിംഗ് എൻട്രീസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള അക്കൗണ്ടിംഗ് എൻട്രീസ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഫോർ ക്യാഷിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ്. ദെൻ സെക്കൻഡ് എൻട്രി വരിക, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇതാണ് വരുന്ന 2 എൻട്രി വരുന്നത്. അപ്പോൾ ഫോർ ക്യാഷ് ആണെങ്കിൽ. ദെൻ അടുത്തത് സെക്കൻഡ് പോയിന്റ്, ഇഷ്യൂ ഓഫ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ ഫോർ ടെക്നിക്കൽ നോഹൗ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ നോഹൌവിന് പകരം അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രകാരം
ഷെയർ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി. ടെക്നിക്കൽ നോഹൗ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ പാറിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ആണ് ഈ എൻട്രി വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഫോർ ക്യാഷിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ESOP 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ സ്കീം അണ്ടർ വിച്ച് കമ്പനി ഗ്രാൻസ് ഓപ്ഷൻ ടു ആൻ എംപ്ലോയി ടു അപ്ലൈ ഫോർ ഷെയർസ് ഓഫ് ദി കമ്പനി അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. അപ്പോൾ ഈ സ്കീം അനുസരിച്ച് കമ്പനി ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. അതായത് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കമ്പനിയുടെ ഷെയർ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദിസ് റൈറ്റ് ഈസ് എക്സർസൈസബിൾ ബൈ എംപ്ലോയി ഡ്യൂറിംഗ് ദി സ്പെസിഫൈഡ് പീരിയഡ്. ആ പർട്ടിക്കുലർ പീരിയഡിൽ അലോ ചെയ്യുന്ന പീരിയഡിൽ മാത്രമേ ഈ റൈറ്റ് എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇറ്റ് ഈസ് ദി ഓപ്ഷൻ ഗിവൺ ടു ദി ഓൾ ടൈം ഡയറക്ടേഴ്സ് ഓർ ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ഓഫ് എ കമ്പനി വിച്ച് ഗിവ്സ് സച്ച് ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ് ഓർ എംപ്ലോയീസ് ദി ബെനിഫിറ്റ് ഓർ right to purchase at a future date the securities offered by the company at a predetermined price. അപ്പോൾ ഇത് എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ മുൻകൂട്ടി തീരുമാനിച്ച ആ വിലയിൽ ഈ സെക്യൂരിറ്റീസ് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്നും എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് വേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ. 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, കൺസിഡറേഷൻ. സെറ്റ് ഇക്വിറ്റി ഷെയർസ് മേ ബി ഇഷ്യൂഡ് ഫോർ ക്യാഷ് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. സെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ചിലപ്പോൾ ഫോർ ക്യാഷ് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. അതേസമയം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണെങ്കിൽ എപ്പോഴും ഇറ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് ഫോർ ക്യാഷ്. എപ്പോഴും ക്യാഷിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഡിസ്കൗണ്ട്. ഇറ്റ് മേ ബി ഇഷ്യൂഡ് ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇറ്റ് മേ ബി ഇഷ്യൂഡ്. അതേസമയം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ടു എംപ്ലോയീസ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എപ്പോഴും ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. സെറ്റ് ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ ഇറ്റ് മേ ബി ഇഷ്യൂഡ് ടു ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഓപ്ഷൻ. ദർ ഈസ് നോ ഓപ്ഷൻ ടു ദി എംപ്ലോയി ടു സബ്സ്ക്രൈബ്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് സംബന്ധിച്ചിടത്തോളം there is no option to the employees to subscribe ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതേസമയം എംപ്ലോയീസ് ഹാവ് ദി ഓപ്ഷൻ ടു സബ്സ്ക്രൈബ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ടൈം ഓഫ് ഇഷ്യൂ. സെറ്റ് ഇക്വിറ്റി ഷെയർസിനെ സംബന്ധിച്ചിടത്തോളം കമ്പനി മേ ഇഷ്യൂ സച്ച് ഷെയർസ് 1 year ആഫ്റ്റർ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആരംഭിച്ച് 1 വർഷത്തിന് ശേഷം മാത്രമേ സെറ്റ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. അതേസമയം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എനി ടൈം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇഷ്യൂഡ് ടു ഡയറക്ടേഴ്സ്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് മേ ബി ഇഷ്യൂഡ് ടു ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണെങ്കിലോ cannot be issued to independent directors. അത് എംപ്ലോയീസിന് മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ക്ലാസ് ഓഫ് ഷെയർസ്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് മസ്റ്റ് ബി ഫ്രം ദി ക്ലാസ് ഓഫ് ഷെയർസ് ഓൾറെഡി ഇഷ്യൂഡ്. നേരത്തെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ക്ലാസ്സിൽ പെടുന്ന ഷെയർ മാത്രമേ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കൂ. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണെങ്കിൽ ന്യൂ ഷെയർസ് ഓർ ഷെയർസ് ഓഫ് എ ക്ലാസ് ഓൾറെഡി ഇഷ്യൂഡ് മേ ബി ഇഷ്യൂഡ്. അതായത് ന്യൂ ഷെയർ ആവാം, അതല്ലെങ്കിൽ നേരത്തെ ഇഷ്യൂ ചെയ്ത ക്ലാസ് ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് അസോസിയേറ്റ് കമ്പനീസ്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് cannot be issued to employees or directors of associate companies.
ഇതിന്റെ ഈ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കമ്പനികളിലെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഇത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതേസമയം എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണെങ്കിൽ ദീസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് ഓഫ് അസോസിയേറ്റ് കമ്പനീസ്. അസോസിയേറ്റ് കമ്പനിയിലെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനോ അത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ.